കാലത്തിൻ്റെ മാറ്റം ആധുനിക ചികിത്സാ മേഖലയിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോബോട്ടുകൾ ശസ്ത്രക്രിയ ചെയ്യുന്നൊരു കാലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചികിത്സയിൽ നിന്ന് ഇതിൻ്റെ ഒരു മാനുഷികമായ അംശം ചോർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു സാധാരണക്കാരനുണ്ടായിരുന്ന അറിവല്ല ഇന്നത്തെ സാധാരണക്കാരനുണ്ട്. ആ സാധാരണക്കാരൻ്റെ ലെവൽ ഓഫ് അറിവ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അവനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരങ്ങൾ അവൻ്റെ കൈപ്പത്തിയിൽ വരും. സ്പെഷ്യലൈസേഷന് കൂടുതൽ പ്രാധാന്യം വരുന്നു. പണ്ട് എന്നെ ചികിത്സിച്ചിരുന്നത് വീടിനടുത്തുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു LMBയോ RMBയോ കൂടി വന്നാൽ ഒരു MBBS ഡോക്ടറോ ആയിരുന്നു. ഇന്ന് ആ LMBയോ RMBയോ ഇല്ല. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വയറിന് രസം വന്ന ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്. ഈ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 ആണ് നമ്മൾ സ്വയം അവകാശപ്പെടുന്നുണ്ട്. അത് അങ്ങനെയാണോ? പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ എനിക്ക് പറയാം, കേരളത്തിലെ ചികിത്സാ സൗകര്യങ്ങൾ വേറൊരിടത്തും ഇല്ല എന്നുള്ളത്. ഈ പണ്ട് ഒരു പനി വന്നാൽ ഗ്രാമത്തിലുള്ള ഒരു ഡോക്ടറെ 50 രൂപ കൊടുത്താൽ കാണാം. 2 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും. ഇന്നിപ്പം താങ്കൾ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള പനിയും അസുഖങ്ങളും അതിൻ്റെ വകഭേദങ്ങളുമാണ് വന്നിരിക്കുന്നത്. കാലത്തിൻ്റെ മാറ്റം മാത്രമാണോ അതിന് പിന്നിലുള്ളത്? മരുന്നുകളോട് ശരീരം പ്രതിരോധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിതമായ യൂസ്, പിന്നെ അതുപോലെ തന്നെ ഈ വൈറസുകളുടെയും മറ്റ് അണുക്കളുടെയൊക്കെ മ്യൂട്ടേഷൻ, അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്മൾ ഇവോൾവ് ചെയ്യുന്ന പോലെ ഈ അണുക്കളും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടേതായിട്ടുള്ള അവരുടെ പ്രതിരോധ ശേഷി അവരും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്ന പോലെ. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട സംഗതികൾ നമ്മൾ തന്നെ കൈക്കൊള്ളണം. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനെന്താ പ്രതിവിധി എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം അതായിരിക്കാം. പ്രിവെൻറ്റീവ് കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഒരു പ്രശ്നമായിട്ട് പറയാവുന്നത് ക്യൂറിന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ, പ്രിവെൻഷൻ ശ്രദ്ധിക്കുന്നില്ല. ആ പ്രിവെൻറ്റീവ് ചെക്കപ്സ് വേണം. പിന്നെ പ്രിവെൻഷൻ സാധ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുവേണ്ട സംഗതികൾ ഒത്താശ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും ആശുപത്രികൾ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ രോഗിയെ ബോധവൽക്കരിക്കാനോ ഉള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഞങ്ങൾ അത് പല ഹോസ്പിറ്റലുകളും ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഞങ്ങൾ കൃത്യമായിട്ടത് ചെയ്യുന്നുണ്ട്. SUTയിൽ അതിൻ്റെ ഒരു വിഭാഗം തന്നെയുണ്ട്, പ്രിവെൻറ്റീവ് ക്യൂർ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലുണ്ട് തീർച്ചയായിട്ടും. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി മെഡിസിനൊക്കെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൂട്ടരാണ്. ഗവൺമെൻറ് മേഖലയിൽ കൃത്യമായിട്ടുണ്ട്, പ്രൈവറ്റ് മേഖലയിലും പലയിടങ്ങളിലും ഉണ്ട്. സാധാരണക്കാരനാണ് മനസ്സിലാക്കേണ്ടത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എവിടെയോ എഴുതി വെച്ചിട്ടുള്ളതല്ല. അത് സത്യമാണെന്നും വാസ്തവമാണെന്നും അത് നമുക്ക് ഫോളോ ചെയ്യാമെന്നും നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കി സഹകരിച്ചാൽ മതി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കാലത്തിൻ്റെ മാറ്റം ആധുനിക ചികിത്സാ മേഖലയിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോബോട്ടുകൾ ശസ്ത്രക്രിയ ചെയ്യുന്നൊരു കാലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചികിത്സയിൽ നിന്ന് ഇതിൻ്റെ ഒരു മാനുഷികമായ അംശം ചോർന്നു പോയിട്ടുണ്ടോ? മാനുഷികമായ അംശം ചോർന്നു പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പൊതുവിലൊരു ചോദ്യത്തിന് പൊതുവിലൊരു ഉത്തരം പറയാം. ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 50കളിലെ അഴിമതിയല്ല ഇന്നത്തെ അഴിമതി. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രതിബദ്ധത അത് കാലം ചെല്ലും തോറും കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു 85% ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ വളരെ കമ്മിറ്റഡ് പീപ്പിളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ അടുത്തറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൂരെ നിന്ന് പറയുകയല്ല. ഒരു 85%, ബാക്കി ഒരു 15% യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പൈസയോട് അമിതമായ താല്പര്യമുള്ളവരൊക്കെ കാണാം. അത് കൃത്യമായിട്ട് പറയാനാവില്ല. പക്ഷേ ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ തിരിച്ചു ചോദിക്കാം. 50കളിലുണ്ടായിരുന്ന രോഗിയും ഡോക്ടർ ബന്ധമാണോ ഇന്നുള്ളത്? അല്ല, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഒന്ന്
ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞത് അത് ശരിയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പിന്നെ ഈ ഡോക്ടർമാരുടെ ഇടയിലും ഇപ്പോൾ എല്ലായിടത്തും എക്സ്പെക്റ്റേഷൻസ് കൂടി വരികയാണ്. എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരാകണം, എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വേണം, കാറ് വേണം. പിന്നെ കാറ് വന്നാൽ ചെറിയ കാറ് പോരാ, വലിയ കാറ് വേണം. വലിയ കാറ് വന്നാൽ എനിക്ക് മെഴ്സിഡീസ് വേണം, അല്ലെങ്കിൽ BMW വേണം. അങ്ങനെ എക്സ്പെക്റ്റേഷൻസിന് ഒരു ലിമിറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം എനിക്ക് ഉണ്ടാക്കണം. ആ ഒരു ക്രേസിൻ്റെ ഭാഗമായിട്ട് പല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അത് പൊതുസമൂഹത്തിന്, ലോകമെമ്പാടുമുള്ള പൊതുസമൂഹത്തിന് പറ്റിയിരിക്കുന്നൊരു മൂല്യച്യുതിയാണത്. അത് ഞാൻ സമ്മതിക്കുന്നു, അതിനകത്തൊരു മൂല്യച്യുതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പണ്ട് ഡോക്ടറെ ദൈവത്തെ പോലെ കണ്ടിരുന്ന രോഗികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് പകരം ഡോക്ടറെ ഒരു ടെക്നീഷ്യനായിട്ടാണ് ആളുകൾ കാണുന്നത്. ശരിയല്ലേ? അതും ശരിയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ട് ഒരു സാധാരണക്കാരനുണ്ടായിരുന്ന അറിവല്ല ഇന്നത്തെ സാധാരണക്കാരനുള്ളത്. ആ സാധാരണക്കാരൻ്റെ ലെവൽ ഓഫ് അറിവ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അവനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരങ്ങൾ അവൻ്റെ കൈപ്പത്തിയിൽ വരും. അപ്പോൾ എല്ലാം എനിക്കറിയാവുന്നൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരാളെ ഞാനെന്തിനു സമീപിക്കണം? സാധാരണക്കാരന് അറിവുണ്ടായതാണോ ഇതിൻ്റെ കുഴപ്പം? അറിവുണ്ടായതല്ല, അറിവുണ്ടാകേണ്ടതാണ്, ഉണ്ടാകണം, നല്ല കാര്യമാണ്. പക്ഷെ ആ ഒരു അറിവിൽ പോരായ്മകളുണ്ടെന്നും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഞാൻ അറിയുന്നതെല്ലാം അറിവല്ല എന്നുള്ളൊരു ബോധ്യം വരേണ്ട കാലം കൂടെയാണിത്. അല്പൂടെ വിശദമായിട്ട് ചോദിച്ചാൽ, ഈ മേഖലയിൽ ഇതൊരു തൊഴിൽ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞില്ലേ? അത് ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിഗണനകളൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമാണ്. പിന്നെ ഈ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ സ്പെഷ്യലൈസേഷന് കൂടുതൽ പ്രാധാന്യം വരുന്നു. പണ്ട് എന്നെ ചികിത്സിച്ചിരുന്നത് വീടിനടുത്തുള്ള ഒരു ഡോക്ടർ. അദ്ദേഹം ഒരു LMBയോ RMBയോ കൂടി വന്നാൽ ഒരു MBBS ഡോക്ടറോ ആയിരുന്നു. ഇന്ന് ആ LMBയോ RMB ഇല്ല. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വയറിന് രസം വന്നാൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണണം എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ താഴെ ഒന്നും പോരാ. അങ്ങനെ ഓരോ ഇതിനും നമുക്ക് ആ ഒരു ഒരു ലെവൽ ഓഫ് ഗ്രഡേഷൻ ഇല്ല. ഇപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെ GP സിസ്റ്റം ഉണ്ട്. ജനറൽ പ്രാക്ടീഷണർ റെഫർ ചെയ്തിട്ട് അടുത്ത ആളെ പോയി കാണാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല. അത് നല്ലതുമാണ്, പക്ഷേ ചീത്തവശങ്ങളുമുണ്ട്. ഈ ചീത്തവശങ്ങളിലൊന്നാണ് എല്ലാവരും ഏറ്റവും കൂടിയ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നത്. കാരണം അത് അവൈലബിളാണ്. നമ്മുടെ നാട്ടിലത് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പോകാം. അമേരിക്കയിൽ അങ്ങനെ സാധിക്കില്ല. കാരണം ആ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ആദ്യം GPയെ കാണണം, പിന്നെ വേറെ പല ഇത് കടമ്പകളും കടന്നു. പക്ഷേ എൻ്റെ ഒരു അസുഖം, ഇപ്പോൾ ഉള്ള അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് വരുന്നത് 3 ആഴ്ചയോ 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. വലിയ പ്രശ്നമാണ് അമേരിക്കയിലും സോ കോൾഡ് വികസിത രാജ്യങ്ങളിലും. നമ്മുടെ ഇവിടെ പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ശരിയാണ്. ഈ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്നുണ്ട്. അത് അങ്ങനെയാണോ? അത് നല്ല ചോദ്യമാണ്. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും വസിക്കാനും സാധിച്ചിട്ടുള്ളൊരു വ്യക്തി, ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി എനിക്ക് പറയാം, കേരളത്തിലെ ചികിത്സാ സൗകര്യങ്ങൾ വേറെ ഒരിടത്തും ഇല്ല എന്നുള്ളത്. അത് വളരെ യാഥാർത്ഥ്യബോധത്തോട് പറയാൻ കഴിയുന്ന, കാരണം എൻ്റെ അനുഭവങ്ങളാണത്. ഞാൻ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാ മൂലകളിലും കോണുകളിലും താമസിച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലെ കേരളം മാത്രമേ ഉള്ളൂ. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉള്ള ഒരു നാടാണ് കേരളം. താങ്കൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ഒന്നാമത് തന്നെ ആയിരിക്കും. പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ചികിത്സാ രീതികളെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? എൻ്റെ ഒരു ബോധ്യം അനുസരിച്ച് ലോകത്ത് ഏറ്റവും നല്ല ചികിത്സാ രീതികൾ ഇവിടെ തന്നെയാണ്. ഇവിടെ എല്ലാ സ്കെയിലിലും പെട്ട ചികിത്സാ രീതികൾ അവൈലബിളാണ്. എൻ്റെ കയ്യിലിപ്പോൾ എനിക്കൊരു അസുഖം വന്നാൽ എൻ്റെ കയ്യിൽ എത്ര വലിയ റിസോഴ്സസ് ഉണ്ടെങ്കിലും ഞാൻ വിദേശത്ത് പോവില്ല. കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇവിടുത്തെ സിസ്റ്റത്തിന്. ഇവിടെ കിട്ടുന്നതിലപ്പുറം വേറൊരിടത്തും ഒന്നുമില്ല.
ഉണ്ടെന്ന് ധരിക്കുന്നത് നമ്മുടെ കുറ്റമാണ്. പക്ഷേ ഇവിടുന്ന് ചികിത്സയ്ക്ക് വേണ്ടി പല പ്രമുഖരും വിദേശത്തേക്കാണ്, അമേരിക്കയിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. അത് അവിടെ പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഏതാണ്ട് അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ കേരളത്തിൽ ലഭ്യമാണ്. അതിനേക്കാളും നല്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭ്യമാണ്. ഇപ്പം ഈ ഒരു ആരോഗ്യ മേഖലയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ളൊരു മാറ്റം എന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ആക്ച്വലി പ്രവചനാതീതമാണ് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ജീൻ സ്റ്റഡീസ് അതൊരു വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ എൻ്റെ ജീൻസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ രോഗങ്ങൾ വന്നു ഭവിക്കാം, അതെപ്പോൾ വന്നു ഭവിക്കാം എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സിസ്റ്റം ഈ ജിനോമിക് സ്റ്റഡീസിലുണ്ട്. അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് ശരിക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകളെന്നുള്ളത് നമ്മൾ ഇനിയും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഈ അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അതിന് വേണ്ട പ്രതിരോധം മുൻകൂട്ടി കണ്ട് ചെയ്യാനും ആവശ്യം ഒന്നും വരുത്താതിരിക്കാം, പിന്നെ വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു വലിയ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഓഫ് നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ AI എന്തൊക്കെ വ്യത്യാസങ്ങൾ, നമ്മളെല്ലാവരും ഇപ്പോൾ AI കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ഇനിയും പൂർണ്ണമായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കാനുള്ള ത്വരയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ വളരെയധികം പൊട്ടൻഷ്യൽസാണ് അവിടെ ഉള്ളത്. ജിനോമിക് സ്റ്റഡീസിനുള്ളത് പോലെ തന്നെയാണ് AI സാധ്യതകളും ഉള്ളത്. ഈ AI അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പണ്ട് ലങ് ക്യാൻസറൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ AI ഉപയോഗിച്ച് ലങ് ക്യാൻസറും TB തമ്മിലുള്ള വ്യത്യാസം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതുപോലെ ഈ മാസ് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, അവിടെ AI ഒക്കെ വരുത്താൻ പോകുന്ന വ്യത്യാസങ്ങൾ നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വല്ലാത്ത മാറ്റങ്ങൾ വരും. SUTയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടം എന്താണ്? SUTയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടം, ഒന്ന്, ഞങ്ങൾക്ക് സ്ഥലപരിമിതിയുണ്ട്. 32 സ്പെഷ്യാലിറ്റീസിനും വളർന്ന് പന്തലിക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു ഫെസിലിറ്റി ഞങ്ങൾ അവിടെ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ബേസിക് ഒരു തീമിനോട്, ഞങ്ങളുടെ ഒരു പോളിസിയോട് യോജിക്കുന്ന ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെയും കണ്ടെത്തി എല്ലാവരെയും കൂടെ സംയോജിപ്പിച്ച് ഒരു ഹെൽത്ത് കെയർ കൾച്ചർ അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു താല്പര്യം. അതായത് ഏത് ഓർഗനൈസേഷനും നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ കൾച്ചർ വേണമെന്ന് പറയുന്ന പോലെ ആരോഗ്യ ഏത് സ്ഥാപനത്തിനും ഒരു കൾച്ചർ വേണം. അതിനെ ബ്രാൻഡിംഗ് എന്ന് വിളിച്ചോ എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്ക്. പക്ഷേ ആ ഒരു കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സമൂഹത്തെ കൂടെ വാർത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ പരം വരും. SUT അങ്ങനെ ഒരു ബ്രാൻഡിങ്ങിന് ശ്രമിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്തിന് പുറത്ത് അത്ര അറിയപ്പെടുന്ന ഒരു ആശുപത്രി അല്ല SUT താരതമ്യേന. അപ്പോൾ ആ തരത്തിലൊരു ബ്രാൻഡിങ്ങിനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഇതും ഒരു നല്ല ചോദ്യമാണ്. ഞാൻ അവിടെ SUTയിൽ ചേരുന്ന കാലത്ത് 2 ഡിസ്ട്രിക്ട്സിലെ മാത്രം ചുറ്റിപ്പറ്റിയാണ് നിന്നിരുന്നത്, തിരുവനന്തപുരം, കൊല്ലം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാ ഡിസ്ട്രിക്ട്സിൽ നിന്നും പേഷ്യൻസ് വരുന്നുണ്ട്. എൻ്റെ CEO ഡാഷ്ബോർഡിൽ കാണുന്ന സംഗതിയാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റും കന്യാകുമാരി ഡിസ്ട്രിക്റ്റും മധുര ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ചും ഉൾപ്പെടെ ഒരു 7-8 ഡിസ്ട്രിക്ട്സിൽ നിന്ന് നല്ല തോതിൽ രോഗികൾ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൊടുക്കാൻ റൂംസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, അത് അവരെ ഉൾക്കൊള്ളാൻ വേണ്ട ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു കുഴപ്പത്തിലാണ്. എത്ര ബെഡാണ് ഉള്ളത്? ഞങ്ങൾ 220 ബെഡ്സ് ഉണ്ട്. അത് കൂട്ടാനുള്ള പദ്ധതികളുണ്ടോ? അത് കൂട്ടേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യം. അത് കൂട്ടാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. അതുമാത്രമല്ല, പിന്നെ ഈ ചികിത്സാ ചെലവ് ഇനിയും കൂട്ടാതിരിക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ഹെൽത്ത് ടൂറിസം വരണം. അതിന് വേണ്ട ഞങ്ങളിപ്പോൾ ഇനി അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ഫോറിൻ പേഷ്യൻസിനെയും കൂടെ കരുതിക്കൊണ്ടിട്ടുള്ളതായിരിക്കും. എന്നുവെച്ചാൽ
അവിടുന്ന് വരുന്ന പേഷ്യൻസിന് തീർച്ചയായിട്ടും കൂടുതൽ പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു അവരുടെ നിന്ന് എടുത്ത് ഇവിടെ ചിലവാക്കുക എന്നുള്ളൊരു ഒരു 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 പ്ലാനാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്ന് വെച്ചാൽ ഫോറിൻ പേഷ്യൻസിൽ നിന്ന് കൂടെ കിട്ടാവുന്ന എടുത്ത് ഇവിടെ ഉള്ള പേഷ്യൻസിന് അവരുടെ ചികിത്സാ ചിലവ് കൂടാതിരിക്കാനുള്ളൊരു ശ്രമം. ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്? ബ്രാൻഡിങ് ബോധപൂർവം ഒരു ബ്രാൻഡിങ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുക. അഡ്വർടൈസ്മെൻറ്റ് തന്നെ ശരിയല്ല എന്നുള്ള വിശ്വാസക്കാരാണ് ഞങ്ങൾ. പക്ഷേ അഡ്വർടൈസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വേൾഡ് ഹാർട്ട് ഡേ വരുമ്പോൾ ഇപ്പോൾ പത്രക്കാർ വന്ന് ഹാർട്ട് ഡേക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിലല്ല ഞങ്ങളുടെ മികവിരിക്കുന്നത്. ഞങ്ങളുടെ മികവ് ഈ ഒരു വേർഡ് ടു മൗത്ത് റെപ്യൂട്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള ഒരു ഫേം ബിലീഫിലാണ് ഞാൻ. പിന്നെ ബ്രാൻഡിങ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വേണമെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കരുതാം. തീർച്ചയായും. താങ്കളുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് താങ്കളൊരു സ്ട്രാറ്റജിസ്റ്റാണ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്ത് സ്ട്രാറ്റജിയാണ് SUT നടപ്പാക്കിയിരിക്കുന്നത്? സ്ട്രാറ്റജിസ്റ്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതല്ല. ഞാനങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് സ്ട്രാറ്റജി? ഏതെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ എന്തു വേണം, എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവിനാണ് ഈ സ്ട്രാറ്റജിക് എബിലിറ്റി എന്ന് പറയുന്നത്. എന്നെ ആരെങ്കിലും സ്ട്രാറ്റജിഷ്യൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ ആർമി ബാക്ക്ഗ്രൗണ്ടും കൂടെ കാരണം കൊണ്ടായിരിക്കാം. കാരണം ഞാൻ എന്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു സ്ട്രക്ചേർഡ് തോട്ട് എൻ്റെ പുറകിലുണ്ട്. എന്നുവെച്ചാൽ കാര്യകാരണ സഹിതമേ ആലോചിക്കാറുള്ളൂ. കാര്യവും കാരണവും ഇല്ലെങ്കിൽ ആലോചന അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് എൻ്റെ മാത്രം സ്വഭാവമല്ല, അത് പട്ടാളക്കാരുടെ ഒരു പൊതുവിലുള്ള സ്വഭാവമാണ്. അപ്പോൾ ആ സ്ട്രാറ്റജിയെക്കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് എന്തിനും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യണം, എന്ത് കാര്യമായിക്കോട്ടെ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസം, ഇൻ്റർനാഷണൽ ഹെൽത്ത് ടൂറിസ്റ്റിനെ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാം? അതിനെന്തൊക്കെ പുറകിൽ അതിന് പണിയെടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇൻഫ്രാസ്ട്രക്ചർ വേണം. പിന്നെ അതിനു വേണ്ടി ചിലപ്പോൾ കുറച്ച് ബ്രാൻഡ് ഷോസോ അഡ്വർടൈസ്മെൻറ്റോ ഒക്കെ നടത്തേണ്ടി വരുമായിരിക്കും ഞാൻ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിലേക്ക്. അപ്പോൾ അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരാം. സ്ട്രാറ്റജി വേണം. ഏത് കാര്യം ചെയ്യുന്നതിനും സ്ട്രാറ്റജി വേണം. ഇപ്പോൾ മക്കളുടെ കാര്യത്തിലായാലും അവരെ വളർത്തിയെടുക്കുന്നതും ഒരു സ്ട്രാറ്റജി ഉണ്ടാകുന്നത് നല്ലതാണ്. താങ്കളുടെ സൈനിക ജീവിതത്തിലെ അനുഭവ സമ്പത്തും ഡിസിപ്ലിനും ഒക്കെ ഈ മേഖലയിൽ അപ്ലൈ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്? അത് എല്ലാ തലങ്ങളിലും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വേറൊരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഒരു പട്ടാളക്കാരനെ വ്യത്യസ്തനായിട്ട് നിർത്തുന്നത്? അവൻ്റെ ബേസിക് ട്രെയിനിങ്, ഡ്രിൽ, PT തുടങ്ങി ഒരു ജീവിതചര്യ, പിന്നെ എല്ലാത്തിനോടുള്ളൊരു അപ്രോച്ച്, അതൊരു ദേശഭക്തി ഉള്ള ഒരു അപ്രോച്ചായിരിക്കും. അങ്ങനെ ഒരു സൈനികൻ്റെ ഒരു ജീവിത വീക്ഷണം തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് സാധാരണക്കാരൻ്റെ നിന്നും. തീർച്ചയായും. അതിൻ്റെ പ്രതിഫലനം എന്നെ ചുറ്റിപ്പറ്റിയവിടെയും ഉണ്ടാകും. അത് ഇറ്റ്സ് ഇൻസ്പൈറ്റ് ഓഫ് മീ. ഈ താങ്കളുടെ ഈ പട്ടാള ചിട്ടയോട് SUTയിലുള്ള മറ്റ് സ്റ്റാഫിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ അതിന് വേറൊരു വിധത്തിൽ ആൻസർ ചെയ്യാം. ഡയറക്റ്റ് ആൻസർ അല്ല. ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം ഒരു വലിയ ബോർഡ് പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇത് കാശ്മീരല്ല, കേരളമാണ്. അപ്പോൾ കാശ്മീരും കേരളവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും ഞാനത് ചിരിച്ചു കളഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ ആദരിക്കാനാണ് എൻ്റെ സഹപ്രവർത്തകരുടെ ശ്രമം. ഞാൻ ആദരവ് സ്വീകരിച്ചിട്ടില്ല ഇതുവരെ.
എല്ലാ കൊല്ലവും കാർഗിൽ അടുക്കാറാവുമ്പോൾ ഒരു ഇതും കൊണ്ടുവരും, സാറിനെ ആദരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ആദരവും ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത്. ഇതിൽ എൻ്റെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. തീർച്ചയായും. ആധുനിക ചികിത്സാ രീതികളോടുള്ള താങ്കളുടെ അപ്രോച്ച് എന്താണ്? ആധുനിക എല്ലാ ചികിത്സാ രീതികളും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഇത്. ഇപ്പോൾ AI-യിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകൾ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കണം. പക്ഷേ അത് ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അപ്രോച്ച്. എൻ്റെ ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് അത് വരുന്നവരിലെല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ വ്യത്യസ്തരാണ്. വളരെയധികം കോസ്റ്റ് ഇൻവോൾവ് ചെയ്തായിരിക്കാം ഞങ്ങളൊരു ആധുനിക സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് അത് വരുന്നവരുടെ എല്ലാം മേലടിച്ചേൽപ്പിക്കാമെന്നൊരു മിഥ്യാബോധം ഞങ്ങൾക്കില്ല. അതിനെ തീർച്ചയായിട്ടും ഞങ്ങൾ ചെറുക്കും. അങ്ങനൊരു ടെൻഡൻസി ഞങ്ങളിൽ അറിയാതെ വന്നു പോയാൽ ഞങ്ങൾ തന്നെയായിരിക്കും അത് ആദ്യം കൺട്രോൾ ചെയ്യുക. സാധാരണക്കാരന് അവൻ എന്ത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കണം. ഈ കേരളത്തിലെ അടുത്തയിടെ കേൾക്കുന്ന ഏറ്റവും വലിയ വാർത്തകൾ ചികിത്സാ പിഴവ് സംബന്ധിച്ചാണ്. വയറ്റിൽ കത്രിക വെച്ച് മറന്നു പോവുക, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചികിത്സ കിട്ടാതെ രോഗി മരിക്കുക തുടങ്ങിയ പരാതികളാണ് കേരളത്തിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് ഇതിനൊരു പരിഹാരം? വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ സമാനമായ ഒരു ഇൻഡസ്ട്രിയാണ് എയർലൈൻ ഇൻഡസ്ട്രി. അത് പല പഠനങ്ങളിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എയർലൈൻ ഇൻഡസ്ട്രിയിൽ അവർ വളരെ കാലമായിട്ട് ശ്രദ്ധിക്കുന്ന, ഇപ്പോൾ നമ്മൾ എത്രയോ ആയിരക്കണക്കിന് ഫ്ലൈറ്റ്സ് ദിവസം പോകുന്നുണ്ടെങ്കിലും അപകടം ഉണ്ടാകുന്ന എപ്പോഴാണ്? വല്ലപ്പോഴും ഒരിക്കൽ എവിടെയെങ്കിലും. അതിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ചെക്ക് ലിസ്റ്റ് കൾച്ചറുണ്ട് അവിടെ. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നൊരു ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഈ കത്രികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സർജറിയിൽ A to Z ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സർജറിക്ക് എത്ര ഉപകരണങ്ങൾ എടുത്തിട്ടുണ്ട്, എത്ര കോട്ടൺ സ്വാബ്സ് എടുത്തിട്ടുണ്ട്, എന്തൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിലൊക്കെ എന്തെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു സീരീസ് ഓഫ് ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് പോവുകയാണെങ്കിൽ ഈ പിഴവുകൾ വരാൻ സാധ്യത വളരെ കുറയും. നമുക്കെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ദിവസവും ചെയ്യുമ്പോൾ, ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒരു കംപ്ലേസൻസി വരും. ഇതെല്ലാം എനിക്കറിയാമെന്നുള്ള ഒരു ധാരണ, അത് സ്വാഭാവികമാണ്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. ചെക്ക് ലിസ്റ്റ് കൾച്ചർ ഹെൽത്ത് കെയറിലും എയർലൈൻ ഇൻഡസ്ട്രി പോലെ വരികയാണെങ്കിൽ, അതിൽ നിഷ്കർഷ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പിഴവുകൾ വരില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെയധികം ശ്രദ്ധ വേണം. ഇടത്ത് കാലിന് പകരം വലത് കാലിന് മുറിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഈ ചെക്ക് ലിസ്റ്റിൻ്റെ അഭാവമാണ്. ശരി, ഞങ്ങളോട് ഇത്ര നേരവും SUTയുടെ വികാസത്തെപ്പറ്റിയും ഹെൽത്ത് കെയർ മേഖലയെപ്പറ്റിയും ഇത്ര വിശദമായി ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. SUTക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.